ഞാൻ മോശം പറയോ? എന്റെ സിനിമ നന്നായിട്ട് നിങ്ങളെല്ലാരും കണ്ടോ? കണ്ടില്ലേ? ഇഷ്ടായോ? എല്ലാരും കാണണം. ചെറിയ സിനിമയാണ്, പക്ഷേ വലിയൊരു ട്വിസ്റ്റുള്ള നല്ല സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫാമിലി ആയിട്ട് വന്ന് എല്ലാവരും കാണും. താങ്ക് യു. നിങ്ങളുടെ ആള് വരുന്നുണ്ട്. പടം നല്ല, ഞാൻ അഭിനയിച്ചുകൊണ്ട് പറയാനുള്ള ഞാൻ ഇതിലൊരു പാർട്ടായിട്ടുണ്ട്. നല്ല ഫാമിലി മൂവി, അപ്പോൾ എല്ലാവരും കാണാം. നല്ല രസമാണ്. എന്നെ പടം ഫുള്ള് കണ്ട ആളായിരിക്കും. ഞാൻ ഫുള്ള് കണ്ട ആളോട് ഇരിക്കുന്നത്. അല്ല, നമ്മുടെ സ്വന്തം മച്ചാനാണ് മച്ചാന്റെ മാലാക പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട മച്ചാനാണ്. ഇതില് മാലാക ധ്യാൻ ചേട്ടനാണോ? പോയില്ല അതല്ല, എന്നെ കണ്ടിട്ട് മാലാകേനം പോലെ അല്ല അതിനകത്ത് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തിട്ടാണ് തന്നെ. ചില സമയത്ത് മാലാകയായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ധ്യാൻ ചേട്ടന് ഇന്റർവ്യൂ തിയേറ്ററിൽ ഇറക്കാൻ പ്ലാൻ ഉണ്ടോ? ഭയങ്കരമായിട്ട് ഇപ്പോൾ ധ്യാൻ ചേട്ടൻ ഇന്റർവ്യൂസ് ഒക്കെ ഭയങ്കര വൈറലാണല്ലോ. അതിന് പുള്ളി ഒത്തിരി എമൗണ്ട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഓക്കെ. ഇല്ല, കണ്ടില്ല. ഞാൻ ചേട്ടനോട് ആളാണോ? ഇത് എന്റെ പടമല്ലേ? ആ, അത് ഇറങ്ങുന്നുണ്ട്. നാളെ കാണാം. ഒരേ ദിവസം ഇറങ്ങി കഴിഞ്ഞാൽ ക്ലാഷ് ആവും. അല്ല, ഇത് കംപ്ലീറ്റ് ഫാമിലി കുടുംബചിത്രം. ധ്യാൻ ചേട്ടന്റെ റോൾ എന്തായിരുന്നു സിനിമയില്? ഏത് ഇതിലോ? അതൊക്കെ നീ കണ്ടിട്ട് ചോദിക്കാനായിട്ട് ഇനി കാണാൻ പോകുന്ന കുറെ ആൾക്കാരില്ല. അല്ല, ഒരു ഇതുണ്ടാവില്ല, ഫാൻസിനോട് ഇതുണ്ടാവില്ല. ചെയ്യാത്തൊരു റോളാണ് ചെയ്തേക്കുന്നത്, ഇതിലാണ് ചെയ്യാത്തത്. വക്കീലായിട്ടാണ്. ഓക്കെ. ട്വിസ്റ്റാണ്, നമ്മളങ്ങനെ കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. ഒന്ന് കണ്ട് എൻജോയ് ചെയ്യാം. താങ്ക് യു. നല്ല രീതിയിൽ എടുത്തിരിക്കുന്ന നല്ലൊരു പടം. പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. അപ്പോൾ ജനങ്ങൾ അതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിനെ നമുക്ക് ഈ സിനിമ വൈകുന്നേരം ആകുമ്പോഴേക്കും അറിയാം. പുരുഷന്മാരൊക്കെ ഏറ്റെടുക്കുമോ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് അറിയാം. പെരുവെ നല്ലൊരു സിനിമ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മുടെ കയ്യിലല്ല കഴിയുന്നത്. പ്രേക്ഷകർ അതിനെ എങ്ങനെയാണ് സ്വീകരിക്കുക എന്നുള്ളത് അറിയില്ല. ഓക്കെ, എനിക്ക് കൂടുതൽ അഭിനയത്തിലായിരിക്കും അത് നിർമ്മാണത്തിലായിരിക്കും കൂടുതൽ ഫോക്കസ്. നമ്മൾ രണ്ടിലും കണ്ടിട്ടുണ്ട്. രണ്ടിലുണ്ടോ? അപ്പൊ ഏറ്റവും കൂടുതൽ പാഷൻ ഏതാണ്? അഭിനയത്തോടാണോ അതോ? അങ്ങനെ എനിക്ക് എൻ്റെ ലൈഫിനോട് മാത്രമേ പാഷനുള്ളൂ. ബാക്കിയൊക്കെ വരുന്ന പോലെ. ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്ന ആ പ്രോസസ്സ് എങ്ങനെയാണ്? അതിപ്പോ അഭിനയത്തിലായാലും പ്രൊഡക്ഷനിലായാലും വ്യത്യാസമുണ്ടോ രണ്ടിലും? അങ്ങനെയല്ല, അഭിനയത്തിന് ഇപ്പം ഞാൻ ഇതിലങ്ങനെ ചെയ്യാനിരുന്നൊന്നും അല്ല. ഇതിൽ നമ്മളൊരു പ്രൊഡക്ഷനായിട്ട് നല്ലൊരു പ്രോജക്റ്റ് വന്നപ്പം അത് ഏറ്റെടുത്ത് സൗബിന് അതിന് ഓക്കെ പറഞ്ഞു, ബോബന് സബ്ജക്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമ്പോഴാണ് ഒരു പ്രോജക്റ്റ് ഉണ്ടാകും. ഞാൻ മാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല. ഒരു സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കൂട്ടായ ഇതാണ്, അല്ലാതെ താരങ്ങളുണ്ടായിട്ടോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ മാത്രം വെച്ചിട്ടോ ഒന്നും അല്ല ഉണ്ടാവുന്നത്. ഇത് എല്ലാവരും ഒത്തുവരുമ്പോഴാണ് ഒരു സിനിമ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ വന്നൊരു സിനിമയാണ്. അപ്പോൾ അതിൽ ഞാൻ അഭിനയിക്കാനായിട്ട് ഇരുന്നതുമല്ല, അവസാന നിമിഷമായിരുന്നു എൻ്റെ ആ ഒരു ചെറിയ റോളിൻ്റെ ഒരു ഷൂട്ട്. അപ്പോൾ അത് വേറൊരു ഒരു നടിയായിരുന്നു അവിടെ വെച്ചിരുന്നത്. ഇവരെല്ലാവരും നിർബന്ധിച്ചു. ബോബേട്ടനും പിന്നെ ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളും എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു. അങ്ങനെ വന്നപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ആപ്റ്റായിട്ടുള്ളൊരു ക്യാരക്ടറാണ്, അപ്പോൾ എന്തുകൊണ്ട് ചെയ്തു കൂടാന്ന് ചോദിച്ചപ്പോൾ അവസാന നിമിഷം ഞാൻ പോയിട്ട് അന്ന് തീരുമാനിച്ച് അഭിനയിച്ചതാണ്. ഷൂട്ടിൻ്റെ അന്ന് രാവിലെ അങ്ങനെ പോയി ചെയ്ത ഒരു സാധനമാണ്. ഒരു വിവാദത്തിന് വേണ്ടി ചോദിക്കല്ല, എന്നാലും സിനിമാ സമരമൊക്കെ വരാൻ പോകുന്നു കേൾക്കുന്നുണ്ട്. എപ്പോഴും വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്, തിയേറ്ററുകൾ അടച്ചുപൂട്ടും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളടക്കം ഒരുപാട് പേരുടെ തൊഴിലിനെയും അത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ ഒരു സമരം നല്ലതിനാണോ? സിനിമാ സമരം സമരമൊന്നും വരുന്നില്ല. ഇന്നലെ ഇപ്പോൾ അതിനൊരു തീരുമാനമായത് സമരം വരുമെന്നല്ലല്ലോ അദ്ദേഹം പ്രഖ്യാപിച്ചത്. അതായത് അതിന് വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇനിയും 3-4 മാസങ്ങൾ ഇനി മുന്നോട്ടുണ്ട്. 3-4 മാസമുണ്ട്. സർക്കാരിൻ്റെ ഒരു സൈഡിൽ നിന്ന് വരേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഒരു ശ്രദ്ധ കിട്ടണം എന്നുള്ള ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് അസോസിയേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും ഒരു പിന്തുണയും, അല്ലാതെ സമരം വന്ന് സമരം എന്താ പറയുക എല്ലാവരെയും പ്രശ്നത്തിലാക്കുക എന്നുള്ളതല്ലല്ലോ ഒരു സംഘടനയുടെ ഉദ്ദേശം.
നിർമ്മാതാവ് എന്നുള്ള നിലയിൽ നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് മുന്നോട്ട് വെക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോഴും നീതി കിട്ടാത്ത ഒരു നിർമ്മാതാവിന് നീതി കിട്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിർമ്മാതാവിന് നീതി കിട്ടായോ അങ്ങനെയൊന്നുമില്ല. അതെല്ലാം എന്താ പറയുക, എല്ലാവരും കൂടി കൂട്ടായിട്ട് വരുന്ന ഒരു സംഭവങ്ങളാണ് ഇതെല്ലാം. ഒരു നിർമ്മാതാവിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നിർമ്മാതാവിന് മാത്രമുള്ള പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. അത് കാലാനുകാല വർഷങ്ങളായിട്ട് ഒരുപാട് നിർമ്മാതാക്കൾ അനുഭവിച്ചു പോരുന്ന പ്രശ്നങ്ങളുണ്ട്. അതായത് ഒരു പ്രോജക്റ്റ് ഓണാക്കുക അത് തൊട്ട് തുടങ്ങുന്ന പ്രശ്നങ്ങളുണ്ട്. അത് പിന്നെ അത് ഇറങ്ങിക്കഴിഞ്ഞും അതിൻ്റെ ഒരു റിവ്യൂ വന്നു കഴിഞ്ഞും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അത് എല്ലാം സഹിച്ചുകൊണ്ട് പോകുന്ന നിർമ്മാതാക്കളാണ്. പണത്തിൻ്റെ ഒരു ഇഷ്യൂ വരും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ബിസിനസ് നടക്കുന്നില്ല. ഇപ്പോൾ OTT എല്ലാം ഡൗണാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പ്രൊഡ്യൂസറുടെ മാത്രം പ്രശ്നങ്ങൾ പ്രൊഡ്യൂസറിൽ ഒതുങ്ങി പോകുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം അസോസിയേഷൻ ഇടപെട്ട് പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത്, അല്ലാതെ ആരെയും അവിടെ എന്താ പറയുക അടിച്ചമർത്താനോ അല്ലെങ്കിൽ തൊഴിലില്ലാതാക്കാനോ അങ്ങനെയൊന്നും ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സീരിയസ് കാര്യം പറഞ്ഞതിൻ്റെ ഇടയിൽ നമുക്ക് ചിരിക്കാനുള്ള കാര്യം എല്ലാവരും അടിപൊളിയാണ്. കോമഡിയുള്ള സിനിമയാണ്. സൗദിനെ നമുക്ക് പിന്നെ അവർ എന്താ സൗദിനെ കാണാൻ വേണ്ടിയാണല്ലോ നമ്മൾ മൂവി ചൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്ലേസ് നമിത ആയാലും യാത്രയായാലും എല്ലാവരും അടിപൊളിയായിട്ട്. എന്താണ് പടം കണ്ടിട്ട്? ഞാൻ നേരത്തെ കണ്ടതല്ല. റിവ്യൂ കണ്ടായിരുന്നോ? ഫുൾ എഫക്ട്സും അല്ല, അല്ലാണ്ടൊരു ചെറിയ രീതിയിൽ അതായപ്പോൾ ജസ്റ്റ് പ്രിവ്യൂ കണ്ടു. അപ്പം അറിയില്ല, കുറച്ച് കഴിയുമ്പോഴേ കറക്റ്റ് റിവ്യൂ. അതേ സഭയ്ക്ക് ഉണ്ടായിരുന്നോ? അല്ല, സൗബിക്ക് അത് കഴിഞ്ഞു സെപ്പറേറ്റ് വേറെ സ്ഥലത്ത് പോകേണ്ടി വന്നു. അതിന് മുന്നേ ഞാൻ കണ്ടിട്ട് സൗബിക്ക രണ്ടാമതാണ്. അതിന് കണ്ടായിരുന്നു. ആ പടം എങ്ങനെയുണ്ട്? ചേട്ടാ എനിക്ക് ബേസിക്കലി വളരെ എന്താ പറയുക നന്നായിട്ട് വർക്കായിട്ടുണ്ട് പടം. കാരണം ഇത്രയും നാൾ നമ്മൾ ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ ഇറങ്ങിയ പടങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ മാസ് ക്ലാസ് അല്ലെങ്കിൽ ഒരു 3 ഇയർ ഗണത്തിൽപ്പെടുന്ന പടങ്ങളാണ് ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നും തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ളൊരു ജോണറിലൊരു പടമാണ്. ഫാമിലി പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നൊരു പടമാണ്. അപ്പോൾ നമുക്ക് സന്തോഷപൂർവ്വം ഫാമിലിയായിട്ട് കുട്ടികളായിട്ടൊക്കെ വന്ന് രസിച്ച് കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടമാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് കാണുക. നമ്മളെല്ലാ വിചാരങ്ങളോടുകൂടി ജീവിക്കുന്നവരാണ്. അവരെ 2 തട്ടായിട്ട് മാറ്റേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു മാറ്റർ ഈ സിനിമയിൽ പറയും. താങ്ക് യു. നല്ലൊരു പടമാണ്. നല്ലൊരു ഇതായിട്ട് മാറും. ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയൊരു പടമാണ്. ബെസ്റ്റായിട്ട് സൗബിക്ക അടിപൊളിയായിട്ട് അഭിനയിക്കും. എല്ലാവരും ഇതിൽ അടിപൊളിയായിട്ട് അഭിനയിച്ച് നൈസ് പടമാണ്. നല്ലൊരു കാണാൻ തന്നെ ഒരു ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയൊരു പടമാണ്. ഈ പടം എല്ലാവരും വന്ന് കാണാണ്ട് വിജയിക്കട്ടെ. അടിപൊളിയായ പടം. കോമ്പിനേഷൻ